വെൽക്കം ബാക്ക് ടു PSC പീഡിക. കറണ്ട് അഫയേഴ്സ് സീരീസിൽ ജൂലൈ മാസത്തെ 4ാമത്തെ ക്ലാസ്സാണിത്. ബാക്കി 3 ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം, ആവശ്യമുള്ളവർ അത് കാണുക. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേ പാലം ഏതാണെന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേ പാലം സിഗണ്ടൂർ പാലമാണ്. ഇത് കർണാടകയിലെ ശിവമോഗയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരാവതി നദിക്ക് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ആദ്യത്തെ അല്ലെങ്കിൽ നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം സുദർശൻ സേതു ആണ്. ഗുജറാത്തിലെ ദ്വാരകയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിന് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം സുദർശൻ സേതു ആണ്. ഇനി നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേ പാലം സിഗണ്ടൂർ പാലമാണ്. ഇത് കർണാടകയിലെ ശിവമോഗയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരാവതി നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, 2025 ഇന്ത്യയിൽ നിന്നും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രം മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ആണ്. 2025 ഇന്ത്യയിൽ നിന്നും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രം മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ആണ്. ഇന്ത്യയിൽ നിന്നും ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന 44ാമത്തെ കേന്ദ്രമാണിത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന 44ാമത്തെ കേന്ദ്രമാണ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ്. നെക്സ്റ്റ്, MS സ്വാമിനാഥൻ്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന നാണയം 100 രൂപ നാണയമാണ്. MS സ്വാമിനാഥൻ്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്നത് 100 രൂപ നാണയമാണ്. നമുക്കറിയാം 1925 ഓഗസ്റ്റ് 7-നാണ് MS സ്വാമിനാഥൻ ജനിച്ചത്. അപ്പോൾ 2025 ആയപ്പം 100ാം ജന്മവാർഷികമാണ്. ഇനി 2023 സെപ്റ്റംബർ 28-നാണ് MS സ്വാമിനാഥൻ അന്തരിച്ചത്. ഇനി ഒരു കാര്യം കൂടി ഓർക്കുക, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചും 100 രൂപ കോയിൻ പുറത്തിറക്കുന്നുണ്ടെന്ന് ഓർത്തു വെക്കുക. അടുത്തത്, 2025 ജൂലൈയിൽ ഗോവ ഗവർണറായി നിയമിതനായത് പുസപതി അശോക് ഗജപതി രാജു ആണ്. 2025 ജൂലൈയിൽ ഗോവ ഗവർണറായി നിയമിതനായത് പുസപതി അശോക് ഗജപതി രാജു ആണ്. ഗോവയുടെ മുൻ ഗവർണർ നമുക്കറിയാം PS ശ്രീധരൻപിള്ളയായിരുന്നു. പുസപതി അശോക് ഗജപതി രാജു മുൻ കേന്ദ്ര വ്യോമയാന മന്ത്രിയായിരുന്നു. ഇനി അടുത്തത്, ഹരിയാനയുടെ പുതിയ ഗവർണർ അഷിം കുമാർ ഘോഷാണ്. ഹരിയാനയുടെ പുതിയ ഗവർണർ അഷിം കുമാർ ഘോഷ്. അടുത്തത്, ലഡാക്കിൻ്റെ പുതിയ ലഫ്റ്റനൻറ്റ് ഗവർണർ കവീന്ദർ ഗുപ്തയാണ്. ലഡാക്കിൻ്റെ പുതിയ ലഫ്റ്റനൻറ്റ് ഗവർണർ കവീന്ദർ ഗുപ്ത. ഇദ്ദേഹം ജമ്മു കാശ്മീരിൻ്റെ മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ 2025 ജൂലൈയിൽ ഗോവ ഗവർണർ പുസപതി അശോക് ഗജപതി രാജു. ഇനി ഹരിയാനയുടെ പുതിയ ഗവർണർ അഷിം കുമാർ ഘോഷ്. ലഡാക്കിൻ്റെ പുതിയ ലഫ്റ്റനൻറ്റ് ഗവർണർ കവീന്ദർ ഗുപ്ത. അടുത്തത്, 2025 സ്റ്റുഡൻറ്റ് അക്കാദമി അവാർഡുകളിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഹ്രസ്വ ചിത്രം വാസു എന്ന ചിത്രമാണ്. 2025 സ്റ്റുഡൻറ്റ് അക്കാദമി അവാർഡുകളിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ചിത്രം വാസു ആണ്. ഇതിൻ്റെ സംവിധായകൻ സിദ്ധാർത്ഥ് ഹരികുമാർ ആണ്. 2025 സ്റ്റുഡൻറ്റ് അക്കാദമി അവാർഡുകളിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട വാസു എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ സിദ്ധാർത്ഥ് ഹരികുമാർ ആണ്. അടുത്തത്, RPFൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതയാവുന്ന ആദ്യ വനിത സൊനാലി മിശ്രയാണ്. RPFൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതയാകുന്ന ആദ്യ വനിത സൊനാലി മിശ്രയാണ്. RPFൻ്റെ പൂർണ്ണരൂപം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നാണ്. ഈ പോസ്റ്റിലേക്ക് വരുന്ന ആദ്യ വനിതയാണ് സൊനാലി മിശ്ര. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെൻറ്റ് സംവിധാനമാണ് UPI. ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെൻറ്റ് സംവിധാനം UPI ആണ്. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്നാണ് UPIയുടെ പൂർണ്ണരൂപം. വിസ എന്നുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനമായിരുന്നു ഇതുവരെയും ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെൻറ്റ് സംവിധാനമായിരുന്നത്. ഇപ്പോൾ വിസയെ മറികടന്ന് UPI ആയിരിക്കുകയാണ്. പ്രതിദിനം 650 ദശലക്ഷത്തിലധികം പേയ്മെൻറ്റുകൾ പ്രോസസ്സ് ചെയ്തു എന്നുള്ള നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് UPI. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെൻറ്റ് സംവിധാനം UPI ആണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ അക്വാടെക് പാർക്ക് നിലവിൽ വന്നത് അസമിലാണ്. ഇന്ത്യയിലെ ആദ്യ അക്വാടെക് പാർക്ക് നിലവിൽ വന്നത് അസമിലാണ്. ഇതിൻ്റെ ഉദ്ദേശം മത്സ്യ കർഷകരുടെ ശാക്തീകരണം, മത്സ്യ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ്. നെക്സ്റ്റ്, ഭാരത് ബയോടെക്കിൻ്റെ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിതമാകുന്നത് കൊച്ചിയിലാണ്. ഭാരത് ബയോടെക്കിൻ്റെ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിതമാകുന്നത് കൊച്ചിയിൽ. നെക്സ്റ്റ്, കേന്ദ്രത്തിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനമാണ് റോബസ്റ്റ കാപ്പി. കേന്ദ്രത്തിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനമാണ് റോബസ്റ്റ.
ഒരു ജില്ലയിലെ ഒരു ഉൽപ്പന്നം കണ്ടെത്തി അത് കൂടുതൽ ബ്രാൻഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് വികസനം കൊണ്ടുവരാനുള്ള കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതി. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനമാണ് റോബസ്റ്റ കാപ്പി. അടുത്തത് പഞ്ചസാരയുടെ അമിതോപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. പഞ്ചസാരയുടെ അമിതോപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഈ ഒരു ബോർഡിൽ ഉണ്ടാകുന്നത് ലഘുഭക്ഷണങ്ങൾ, പാനീയങ്ങൾ തുടങ്ങിയവയിലൂടെ ഉണ്ടാകുന്ന പഞ്ചസാരയുടെ അളവും ഈ ഒരു കൂടിയ അളവും മധുരം കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പഞ്ചസാര ഉള്ളിൽ ചെല്ലുന്നതിലൂടെ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളുമാണ് ഈ ബോർഡിൽ ഉണ്ടാകുന്നത്. ടൈപ്പ് 2 പ്രമേഹം, പൊണ്ണത്തടി, ദന്തൽ പ്രശ്നങ്ങൾ തുടങ്ങിയവ കുട്ടികളിൽ കൂടുന്നത് തടയുന്നതിന് വേണ്ടി ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മഹാരാഷ്ട്ര സംസ്ഥാനം ഇങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അടുത്ത പോയിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയതാണ്. ആക്സിയം 4 ദൗത്യം ഭൂമിയിൽ തിരികെ എത്തിയത് 2025 ജൂലൈ 15-ന്. ആക്സിയം 4 ദൗത്യം ഭൂമിയിൽ തിരികെ എത്തിയത് 2025 ജൂലൈ 15-നാണ്. ഇത് വിക്ഷേപിച്ചത് 2025 ജൂൺ 25-നായിരുന്നു. ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ഈ ദൗത്യം വിക്ഷേപിച്ചത്. ഇതിൽ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ആക്സിയം സ്പേസ്, ISRO, യൂറോപ്യൻ സ്പേസ് ഏജൻസി, നാസ എന്നിവർ ചേർന്നുള്ള സംയുക്ത ദൗത്യമാണ് ആക്സിയം 4. അപ്പോൾ ആക്സിയം 4 ദൗത്യം ഭൂമിയിൽ തിരികെ എത്തിയത് 2025 ജൂലൈ 15-നാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സിക്കിമിലാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സിക്കിമിലെ പാക്യോങ് എന്ന ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നെക്സ്റ്റ്, കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം ഒരുങ്ങുന്നത് എറണാകുളം സൗത്ത് ഷൊർണൂർ ജംഗ്ഷനിലാണ്. കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം ഒരുങ്ങുന്നത് എറണാകുളം സൗത്ത് ഷൊർണൂർ ജംഗ്ഷനിലാണ്. കവച് എന്ന് പറയുന്നത് നമുക്കറിയാം, ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനായി റെയിൽവേ കൊണ്ടുവന്ന സംവിധാനമാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം ഒരുങ്ങുന്നത് എറണാകുളം സൗത്ത് ഷൊർണൂർ ജംഗ്ഷനിലാണ്. അടുത്തത് ജൂലൈ 20 അന്താരാഷ്ട്ര ചെസ് ദിനം. 2025 പ്രമേയം എവരി മൂവ് കൗണ്ട്സ് എന്നാണ്. ജൂലൈ 20 അന്താരാഷ്ട്ര ചെസ് ദിനത്തിലെ 2025 പ്രമേയം എവരി മൂവ് കൗണ്ട്സ് എന്നാണ്. അന്താരാഷ്ട്ര ചെസ് സംഘടനയായ ഫിഡെ രൂപീകൃതമായത് 1924 ജൂലൈ 20-നാണ്. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 20 ചെസ് ദിനം ആചരിക്കുന്നത്. ഈ ചെസ് സംഘടനയുടെ 100ാമത് വാർഷികമാണ് 2024 ആചരിച്ചത്. ഇതിൻ്റെ ആസ്ഥാനം ലൊസൈനാണ്. നെക്സ്റ്റ്, വിസ്മയതീരത്ത് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് PT ചാക്കോയാണ്. വിസ്മയതീരത്ത് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് PT ചാക്കോ. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം ആസ്പദമാക്കി എഴുതിയതാണ് ഈ പുസ്തകം. എഴുതിയത് PT ചാക്കോയാണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര് കാലം സാക്ഷി എന്നാണ്. ഉമ്മൻചാണ്ടി അന്തരിച്ചത് 2023 ജൂലൈ 18-നാണ്. അപ്പോൾ വിസ്മയതീരത്ത് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് PT ചാക്കോയാണ്. ഉമ്മൻചാണ്ടിയുടെ ജീവിതം ആസ്പദമാക്കി, രാഷ്ട്രീയ ജീവിതം ആസ്പദമാക്കി എഴുതിയതാണ് ഈ പുസ്തകം. അദ്ദേഹം അന്തരിച്ചത് 2023 ജൂലൈ 18-നാണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര് കാലം സാക്ഷി എന്നതാണ്. അടുത്തൊരു പുരസ്കാരമാണ് 2023 കേരള കലാ പുരസ്കാരങ്ങൾ 2025 പ്രഖ്യാപിച്ചു. 2023 കേരള കലാ പുരസ്കാരങ്ങൾ 2025 പ്രഖ്യാപിച്ചു. ഇതിൽ കഥകളി പുരസ്കാരം നേടിയത് കുറൂർ വാസുദേവൻ നമ്പൂതിരിയും കലാമണ്ഡല ശങ്കരവാര്യരുമാണ്. കഥകളി പുരസ്കാരം നേടിയത് കുറൂർ വാസുദേവൻ നമ്പൂതിരിയും കലാമണ്ഡലം ശങ്കരവാര്യരുമാണ്. അടുത്ത കാറ്റഗറി പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരമാണ്. ഇത് നേടിയത് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ്. അദ്ദേഹത്തിൻ്റെ വാദ്യോപകരണം ചെണ്ടയാണ്. പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം നേടിയത് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ്. അദ്ദേഹത്തിൻ്റെ വാദ്യോപകരണം ചെണ്ടയാണ്. അടുത്ത കാറ്റഗറി കേരളീയ നൃത്തനാട്യ പുരസ്കാരമാണ്. കേരളീയ നൃത്തനാട്യ പുരസ്കാരം ലഭിച്ചത് PN ഗിരിജാദേവിക്കാണ്. കൂടിയാട്ട കലാകാരിയാണ് PN ഗിരിജാദേവി. അപ്പോൾ 2023 കേരള കലാ പുരസ്കാരം 2025 പ്രഖ്യാപിച്ചു. കഥകളി പുരസ്കാരം നേടിയത് കുറൂർ വാസുദേവൻ നമ്പൂതിരിയും കലാമണ്ഡല ശങ്കരവാര്യരുമാണ്. പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം നേടിയത് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ്. കേരളീയ നൃത്തനാട്യ പുരസ്കാരം ലഭിച്ചത് PN ഗിരിജാദേവിക്കാണ്. കൂടിയാട്ട കലാകാരിയാണ് PN ഗിരിജാദേവി. അടുത്തത് ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്ക് SBI ആണ്.
ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്കാണ് SBI. നെക്സ്റ്റ്, 2025 ജൂലൈയിൽ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ച സംഘടനയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. 2025 ജൂലൈയിൽ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ച സംഘടന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയാണ്. 2025 ഏപ്രിൽ 22-ന് പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയിൽ നടന്നു. ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നുള്ളത്. 2025 ജൂലൈയിൽ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ച സംഘടനയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. നെക്സ്റ്റ്, സംസ്ഥാന അതിർത്തികളിൽ നടപ്പിലാക്കുന്ന വെർച്വൽ ചെക്ക് പോസ്റ്റ് സംവിധാനം ആരംഭിക്കുന്നത് വാളയാറിലാണ്. സംസ്ഥാന അതിർത്തികളിൽ നടപ്പിലാക്കുന്ന വെർച്വൽ ചെക്ക് പോസ്റ്റ് സംവിധാനം ആരംഭിക്കുന്നത് വാളയാറിലാണ്. മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിൽ ഉണ്ടാകുന്ന അഴിമതി ഇല്ലാതാക്കാനായി കൊണ്ടുവരുന്ന സംവിധാനമാണിത്. ആദ്യം ആരംഭിക്കുന്നത് വാളയാർ ചെക്ക് പോസ്റ്റിലാണ്. അപ്പോൾ സംസ്ഥാന അതിർത്തികളിൽ നടപ്പിലാക്കുന്ന വെർച്വൽ ചെക്ക് പോസ്റ്റ് സംവിധാനം ആദ്യം വരുന്നത് വാളയാറിലാണ്. നെക്സ്റ്റ്, പെൻഷൻ ഔദാര്യമല്ലെന്നും ഭരണഘടനാപരമായ അവകാശമാണെന്നും അടുത്തിടെ വിധി പ്രഖ്യാപിച്ച കോടതി സുപ്രീം കോടതിയാണ്. പെൻഷൻ ഔദാര്യമല്ലെന്നും ഭരണഘടനാപരമായ അവകാശമാണെന്നും അടുത്തിടെ വിധി പ്രഖ്യാപിച്ച കോടതിയാണ് സുപ്രീം കോടതി. ഒരു തവണ പെൻഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവകാശമായി മാറും എന്നുകൂടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കുക. അടുത്തത്, ലോകത്തിലാദ്യമായി പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി ആരംഭിച്ച രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലാദ്യമായി പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി ആരംഭിച്ച രാജ്യം ഇന്ത്യ. നെക്സ്റ്റ്, കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങളാണ് ബാറ്റേന്തിയ കൊമ്പൻ, മലമ്പുഴയ്ക്ക് വേഴാമ്പൽ, ചാക്യാർ എന്നിവ. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നമാണ് ബാറ്റേന്തിയ കൊമ്പൻ, മലമ്പുഴയ്ക്ക് വേഴാമ്പൽ, ചാക്യാർ എന്നിവ. 2025 കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ലേലത്തിൽ ഏറ്റവും വില കൂടിയ താരം സഞ്ജു സാംസണാണ്. 2024 പ്രഥമ KCL മത്സരം നടന്നത്. ഇതിലെ വിജയികളായത് ഏരീസ് കൊല്ലം സെയിലേഴ്സ് ആയിരുന്നു. അപ്പോൾ 2025 കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ ബാറ്റേന്തിയ കൊമ്പൻ, മലമുഴക്കി വേഴാമ്പൽ, ചാക്യാർ എന്നിവയാണ്. നെക്സ്റ്റ്, വിപണിയിലെ വ്യാജ വെളിച്ചെണ്ണ തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ നാളികേര. വിപണിയിലെ വ്യാജ വെളിച്ചെണ്ണ തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ നാളികേര. അടുത്തത്, വോട്ടിംഗ് പ്രായം 18-ൽ നിന്ന് 16-ലേക്ക് ആക്കാൻ ഒരുങ്ങുന്ന രാജ്യം UK ആണ്. വോട്ടിംഗ് പ്രായം 18-ൽ നിന്ന് 16-ലേക്ക് ആക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് UK. ഇനി നമുക്ക് ഇതുവരെ നോക്കിയ പോയിന്റ്സൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാം. ആദ്യത്തേത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേ പാലം സിഗണ്ടൂർ പാലമാണ്. കർണാടക ജില്ലയിലെ സിഗണ്ടൂർ പാലമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേ പാലം. ഇത് ശരാവതി നദിക്ക് കുറുകെയാണ്. ആദ്യത്തേത് സുദർശൻ സേതു ആയിരുന്നു ഗുജറാത്തിൽ. അറബിക്കടലിന് കുറുകെയാണ് സുദർശൻ സേതു. ഇനി 2025 ഇന്ത്യയിൽ നിന്നും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രം മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ആണ്. അടുത്തത്, MS സ്വാമിനാഥൻ്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന നാണയം 100 രൂപ നാണയമാണ്. MS സ്വാമിനാഥൻ ജനിച്ചത് 1925 ഓഗസ്റ്റ് 7-ന്, മരിച്ചത് 2023 സെപ്റ്റംബർ 28-നാണ്. ഇനി 2025 ജൂലൈയിൽ ഗോവ ഗവർണറായി നിയമിതനായത് പുസപതി അശോക് ഗജപതി രാജു ആണ്. മുൻ ഗവർണർ PS ശ്രീധരൻപിള്ളയായിരുന്നു. ഹരിയാനയുടെ പുതിയ ഗവർണർ അശ്വിൻ കുമാർ ഘോഷ്. ഇനി ലഡാക്കിൻ്റെ പുതിയ ലഫ്റ്റനൻറ്റ് ഗവർണർ കവീന്ദർ ഗുപ്തയാണ്. 2025 സ്റ്റുഡൻറ്റ് അക്കാദമി അവാർഡുകളിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഹ്രസ്വ ചിത്രമാണ് വാസു. അതിൻ്റെ സംവിധായകൻ സിദ്ധാർത്ഥ് ഹരികുമാറാണ്. ഇനി RPFൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനാകുന്ന ആദ്യ വനിത സൊനാലി മിശ്രയാണ്. RPFൻ്റെ പൂർണ്ണരൂപം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെൻറ്റ് സംവിധാനമാണ് UPI. ഇന്ത്യയിലെ ആദ്യ അക്വാടെക് പാർക്ക് നിലവിൽ വന്നത് അസമിലാണ്. അടുത്തത്, ഭാരത് ബയോടെക്കിൻ്റെ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിതമാകുന്നത് കൊച്ചിയിലാണ്. കേന്ദ്രത്തിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനമാണ് റോബസ്റ്റ കാപ്പി. പഞ്ചസാരയുടെ അമിത ഉപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ആക്സിയം 4 ദൗത്യം ഭൂമിയിൽ തിരികെ എത്തിയത് 2025 ജൂലൈ 15-നാണ്. ഇത് വിക്ഷേപിച്ചത് 2025 ജൂൺ 25-നാണ്. റോക്കറ്റ് ഫാൽക്കൺ 9. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സിക്കിമിലാണ്. നെക്സ്റ്റ്, കേരളത്തിൽ ആദ്യമായി കവച സുരക്ഷാ സംവിധാനം ഒരുങ്ങുന്നത് എറണാകുളം സൗത്ത് ഷൊർണൂർ ജംഗ്ഷനിലാണ്.
ജൂലൈ 20 അന്താരാഷ്ട്ര ചെസ് ദിനം. 2025 പ്രമേയം എവരി മൂവ് കൗണ്ട്സ് എന്നാണ്. ഫിഡെ രൂപീകൃതമായത് 1924 ജൂലൈ 20. 2024 100-ാം വാർഷികമായിരുന്നു. ഇനി വിസ്മയതീർത്ത് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് PT ചാക്കോയാണ്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം ആസ്പദമാക്കി എഴുതിയ പുസ്തകമാണ് വിസ്മയതീർത്ത്. ലോകത്തിലെ മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്ക് SBI ആണ്. 2025 ജൂലൈയിൽ ഭീകര സംഘടനയെ അമേരിക്ക പ്രഖ്യാപിച്ച സംഘടനയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. അടുത്തത് 2023 കേരള കലാ പുരസ്കാരങ്ങൾ 2025 പ്രഖ്യാപിച്ചു. ഇതിൽ കഥകളി പുരസ്കാരം ലഭിച്ചത് കുറൂർ വാസുദേവൻ നമ്പൂതിരിക്കും കലാമണ്ഡല ശങ്കരവാര്യരുമാണ്. രണ്ടാമത് പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം ലഭിച്ചത് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്കാണ്. കേരളീയ നൃത്തനാട്യ പുരസ്കാരം ലഭിച്ചത് PN ഗിരിജാദേവിക്കാണ്. ഇനി സംസ്ഥാന അതിർത്തികളിൽ നടപ്പിലാക്കുന്ന വെർച്വൽ ചെക്ക് പോസ്റ്റ് സംവിധാനം ആരംഭിക്കുന്നത് വാളയാറിലാണ്. അടുത്തത് പെൻഷൻ ഔദാര്യമല്ലെന്നും ഭരണഘടനാപരമായ അവകാശമാണെന്നും അടുത്തിടെ വിധി പ്രഖ്യാപിച്ച കോടതി സുപ്രീം കോടതിയാണ്. അടുത്തത് ലോകത്തിൽ ആദ്യമായി പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി ആരംഭിച്ച രാജ്യം ഇന്ത്യയാണ്. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ ബാറ്റേന്തിയ കൊമ്പൻ, മലമ്പുഴക്കി വേഴാമ്പൽ, ചാക്യാർ എന്നിവയാണ്. വിപണിയിലെ വ്യാജ വെളിച്ചെണ്ണ തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ നാളികേര. 2025 ജൂലൈ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കിയത്. ഇത് 4ാമത്തെ ക്ലാസ്സാണ്. 3 വരെയുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്